പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലാവണ്യയുമായുള്ള വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് അശ്വിൻ്റെ സ്വഭാവം കറക്റ്റായി തനിക്ക് ഇഷ്ടമാകുന്നില്ല എന്ന് ലാവണ്യ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇങ്ങനെ അശ്വിനുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാനും ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ലാവണ്യ ഇതേ തുടർന്ന് താൻ ഈ എൻഗേജ്മെൻറ്റിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരുടെയും നല്ല ഭാവിക്ക് വേണ്ടിയാണ് താൻ ഈ തീരുമാനം എടുത്തത് എന്ന് ലാവണ്യ വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ തന്നോട് ആർക്കും ദേഷ്യമുണ്ടാകരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അശ്വിൻ ലാവണ്യയെ ചെന്ന് കാണുകയും ലാവണ്യയുടെ തീരുമാനം നല്ലതു തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ തീരുമാനം അറിയുന്നത് ശ്രുതിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ശ്രുതി ലാവണ്യയെ ആശ്വസിപ്പിക്കുന്നതിനായി ചെല്ലുകയും ചെയ്യുന്നു. ശ്രുതിയെ തനിക്ക് ഇപ്പോൾ സ്വന്തം സഹോദരിയെ പോലെയാണ് എന്ന് പറയുന്ന ലാവണ്യ അത്രയധികം മനസ്സുകൊണ്ട് താൻ അടുത്തു കഴിഞ്ഞു എന്ന് ശ്രുതിയോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.